ഹായ് ഹലോ ഇന്നൊരു അടിപൊളി സംഭവം പറഞ്ഞുതരാൻ കേട്ടോ ഞാൻ വന്നേക്കുന്നത്. കുറച്ച് ചന്ദനപ്പൊടിയും പാലും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫേസിനെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാനാണ് കേട്ടോ. നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ മാറ്റി സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ആക്കാനും സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം കുറച്ച് പാലെടുക്കുക. ആ പാലെടുത്തിട്ട് മുഖം നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം ചെയ്യുക. ഒരു 5-10 മിനിറ്റ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് മുഖത്ത് വെച്ചേക്കാം. മുഖത്തിന് നല്ലൊരു മസാജും കാര്യങ്ങളും ഒക്കെ ഇട്ടും തന്നെയുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല പ്രോപ്പറായിട്ട് നടക്കുവേ. ഇത് കഴിഞ്ഞിട്ട് ആ 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത പാലുണ്ടല്ലോ അത് കളയല്ലോ കേട്ടോ. അതിലേക്കൊരു ശകലം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മുഖം ഒന്ന് സ്ക്രബ് ചെയ്യുക. അതൊരു 5 മിനിറ്റ് ചെയ്താൽ മതി. നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻസൊക്കെ മാറി പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറി നല്ല ക്ലീൻ ആവും ഫേസ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. ഈ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം കാപ്പിപ്പൊടിയും കൂടെ വേണം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. കാപ്പിപ്പൊടിയെ പറ്റി അറിയാലോ, നല്ല അടിപൊളി എക്സ്ഫോളിയേറ്ററാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ പഞ്ചസാരയും. അപ്പം ഈ സ്ക്രബിങ്ങും ക്ലെൻസിങ്ങും കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റൻ ആവും, ഒന്ന് സോഫ്റ്റ് ആവും, സ്മൂത്ത് ആവും ഒക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുഖത്തിനുള്ള പാക്ക് റെഡിയാക്കാം. അതിന് പാലും ചന്ദനപ്പൊടിയും മാത്രം മതി കേട്ടോ. നമുക്ക് രക്തചന്ദനം എടുക്കാം, അല്ല നമ്മൾ സാധാ ചന്ദനം എടുക്കാം. ഇപ്പം ഞാൻ മറ്റേ സാധാ ചന്ദനമായിട്ട് എടുത്തേക്കുന്നത്. അങ്ങാടിക്കടയിലും മറ്റുമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 50 രൂപയോ മറ്റോ അങ്ങാണ്ടേ ആവത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചന്ദനപ്പൊടിയാണേ. അപ്പോൾ ഇത് നല്ലോണം മുഖത്തൊന്ന് അപ്ലൈ ചെയ്യുക. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം കഴുത്തിലും മുഖത്തും നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ചെയ്യാട്ടോ. ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ടാനൊക്കെ മാറ്റും. മുഖത്ത് പണ്ട് കുരുക്കൾ വന്നതിൻ്റെ പാടുകളൊക്കെ മാറ്റും. പിന്നെ മുഖത്തുണ്ടാകുന്ന കുരുക്കളെയും പ്രിവെൻറ്റ് ചെയ്യും. എല്ലാത്തിനും പറ്റിയ അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് അടുപ്പിച്ച് ഒരു 2-3 ആഴ്ചയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുമേ. പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതെല്ലാം ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് നല്ല മാറ്റം അറിയാൻ പറ്റും. നമ്മൾ ഈ വെയിലേറ്റുള്ള കരിവാളിപ്പല്ലേ എന്ന് പറഞ്ഞ പോലെ ടാനൊക്കെ മാറ്റാൻ അടിപൊളി സാധനമാണ് കേട്ടോ. അടുപ്പിച്ച് കുറച്ച് ദിവസം ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഹോം റെമഡീസൊക്കെ ആകുമ്പോഴത്തേനും അറിയാമല്ലോ, നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് എന്തായാലും കുറച്ച് ദിവസം എടുക്കും. നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്തെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. കെമിക്കൽസിനെ പോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലത് നാച്ചുറൽ റെമഡീസ് തന്നെയാണ് കേട്ടോ. ഞാൻ കൂടുതലും എനിക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്കിത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന കാര്യമാണ് ഈ ചന്ദനപ്പൊടിയും പാലും ഉള്ളത്. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. പ്രഗ്നൻസി ടൈമിലും പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും നമ്മുടെ കഴുത്തിലുള്ള ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടാകുമല്ലോ പ്രഗ്നൻസി ടൈമിലൊക്കെ. അതൊക്കെ മാറാനൊക്കെ ഈ സംഭവം അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ.